ഇതിലെ വന്നവർ എന്ന പരമ്പരയുടെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ബാലൻ സിനിമയിലൂടെ ആദ്യമായി സംസാരിച്ച വ്യക്തിയെക്കുറിച്ച് പറയാം. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രത്തിൽ ആദ്യമായി റെക്കോർഡ് ചെയ്ത വാചകം ഇംഗ്ലീഷിലാണ്. ഗുഡ് ലക്ക് ടു എവരിബഡി. 1937 ഓഗസ്റ്റ് 17 സേലം മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ഫ്ലോറിൽ ബോഡെ ഗുഷ്പിക്കർ എന്ന ഛായാഗ്രാഹകൻ ഒരുക്കിയ ഒരു ക്ലബിലെ സീനിൽ എ സുന്ദരംപിള്ള എന്ന സംവിധായകൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒരു ബിയർ ഗ്ലാസ് ഉയർത്തിപ്പിടിച്ച് ഗുഡ് ലക്ക് ടു എവരിബഡി എന്ന് പറയുമ്പോൾ ആ വാചകത്തിൻ്റെ ചരിത്ര പ്രാധാന്യം അദ്ദേഹം ഓർമ്മിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അന്ന് ആ വാചകം പറഞ്ഞ വ്യക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. ആലപ്പി വിൻസെൻ്റ്. വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിൽ ആദ്യമായി സംസാരിച്ച വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങിയപ്പോൾ ആലപ്പി വിൻസെൻ്റ് എന്നയാളാണ് ഇത് പറഞ്ഞത് എന്ന് മാത്രം അറിയാം. പേരിനൊപ്പം ആലപ്പി ഉള്ളതുകൊണ്ട് ആലപ്പുഴയിൽ തിരക്കി. അപ്പോഴാണ് അദ്ദേഹം ആലുവയ്ക്കടുത്തായിരുന്നു താമസം എന്നറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ സുഹൃത്തും മലയാള സിനിമയിലെ പ്രശസ്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫറുമായ ജോയ് ആലുവയ്ക്ക് ഒരു കത്തയക്കുന്നത്. അവിടെ എവിടെയോ ആലപ്പി വിൻസെൻ്റ് എന്നൊരു പേരുകാരനുണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല, ഒന്ന് അന്വേഷിച്ചു പറയണം. ഇതായിരുന്നു ഞാൻ അയച്ച കത്തിലെ ഉള്ളടക്കം. ഒരാഴ്ച കഴിഞ്ഞ് 1986 ഏപ്രിൽ 3 എനിക്കൊരു കത്ത് കിട്ടി. ഡിയർ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, താങ്കൾ ജോയിക്ക് അയച്ച കത്ത് എന്നെ കാണിച്ചു. മറുപടി അയക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ കത്ത്. ഞാൻ ജീവിച്ചിരിക്കുന്നു. ഒരു തകർന്ന ജീവിതത്തിൻ്റെ സിംബോളിക് ഷോട്ട് പോലെ. നമുക്ക് പിന്നീട് കൂടുതൽ ബന്ധപ്പെടാം. മക്കളില്ല, മറ്റ് കാര്യമായി ഒന്നുമില്ല. മിസ്റ്റർ പി ഭാസ്കരൻ ചിലപ്പോൾ എഴുതാറുണ്ട്. സ്നേഹപൂർവ്വം ആലപ്പി വിൻസെൻ്റ്. അങ്ങനെയാണ് ആലപ്പി വിൻസെൻ്റ് എന്ന ചരിത്രപുരുഷനെ കണ്ടുമുട്ടിയത്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ പൊള്ളയിൽ വിൻസെൻ്റ് മാർഗരേറ്റ ദമ്പതിമാരുടെ ഇളയ കുട്ടിയായി ജനനം. BA പാസ്സായ ശേഷം തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്നെങ്കിലും പരീക്ഷയിൽ തോറ്റു. ടാറ്റ ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സഹോദരി ഭർത്താവ് TT തോമസിൻ്റെ കയ്യിൽ നിന്നും 15 രൂപയും വാങ്ങി സ്ഥലം വിട്ടു. 1937 ജൂൺ 29 വിൻസെൻ്റ് മദിരാശിയിലേക്ക് തീവണ്ടി കയറിയത്. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു ജോലി, അത്രയേ ഉള്ളൂ. തീവണ്ടിയിൽ വെച്ച് പരിചയപ്പെട്ട വ്യക്തിയുടെ കൂടെ വിൻസെൻ്റ് സേലത്തിറങ്ങി. അദ്ദേഹമായിരുന്നു മോഡേൺ തിയേറ്റേഴ്സിൻ്റെ മാനേജർ PRV ശങ്കർ. അന്ന് അവിടെ പത്മജ്യോതി എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം. വിൻസെൻ്റ് മോഡേൺ തിയേറ്റേഴ്സിൽ ചെന്ന സമയത്താണ് മദിരാശിയിൽ നിന്നും എ സുന്ദരംപിള്ളയുടെ കത്ത് TR സുന്ദരത്തിന് ലഭിക്കുന്നത്. ഒരു മലയാളി ആയതിനാൽ കത്തിനെപ്പറ്റി കൂടുതൽ വിശദമായി അന്വേഷിക്കുവാൻ 15 രൂപയും നൽകി വിൻസെൻറ്റിനെ TR സുന്ദരം മദിരാശിയിലേക്ക് അയച്ചു. അവിടെ മലയാളി സമാജത്തിലെത്തി എ സുന്ദരംപിള്ളയുമായി സംസാരിച്ചു. വിവരം തിരിച്ച് മോഡേൺ തിയേറ്റേഴ്സിലെത്തി TR സുന്ദരത്തെ അറിയിച്ചു. അങ്ങനെയാണ് ബാലൻ്റെ നിർമ്മാണവുമായി TR സുന്ദരം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ആലപ്പി വിൻസെൻറ്റിനെ ബാലൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി നിയമിക്കുകയും ചെയ്തു. മലയാളത്തിൽ ഇതിനു മുമ്പ് ഇറങ്ങിയ 2 നിശബ്ദ ചിത്രങ്ങളിലും ഈ വിഭാഗത്തിൽ മറ്റാരെങ്കിലും ജോലി ചെയ്തിരുന്നതായി അറിവില്ല. അങ്ങനെ നോക്കുമ്പോൾ മലയാള സിനിമയിലെ ആദ്യത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി ആലപ്പി വിൻസെൻറ്റിനെ കണക്കാക്കാം എന്ന് തോന്നുന്നു. ബാലൻ്റെ നിർമ്മാണത്തിനിടയ്ക്കുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ആലപ്പി വിൻസെൻ്റാണ് തൻ്റെ സഹോദരൻ സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരുടെ നാടക ക്യാമ്പിൽ നിന്നും MK കമലത്തിനെ സേലത്ത് കൊണ്ടുവരുന്നത്. വിൻസെൻ്റാണ് കമലത്തിന് 1 രൂപ അഡ്വാൻസ് കൊടുത്തത്. കമലവുമായി സേലത്തെത്തിയ വിൻസെൻ്റ് കേട്ടത് സ്വന്തം പിതാവിൻ്റെ മരണവാർത്തയാണ്. അപ്പോൾ തന്നെ നാട്ടിലേക്ക് തിരിച്ചു. അടുത്ത ദിവസം TR സുന്ദരം 500 രൂപ ടെലിഗ്രാഫിക് മണി ഓർഡറായി അയച്ചു കൊടുത്തു. ബാലനിലെ അഭിനേതാക്കൾക്ക് 6 മാസത്തെ ശമ്പളം 500 രൂപയായിരുന്നു അന്ന് ലഭിച്ചിരുന്നത് എന്നോർക്കണം. ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ച് സേലത്തെത്തിയ വിൻസെൻ്റ് ബാലനിലെ വിരുദൻ ശംഖുവിൻ്റെ റോൾ മുഴുവൻ ഭംഗിയായി അഭിനയിച്ചു തീർത്തു. അദ്ദേഹം പിന്നീട് ഒരിക്കൽ എനിക്ക് എഴുതിയ കത്തിൽ ബാലൻ്റെ ഷൂട്ടിംഗ് സമയത്ത് സംഗീത സംവിധായകനായി ഒരു തമിഴ് മുസ്ലിം ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പേര് ഓർമ്മയില്ല. അയാൾ ഹാർമോണിയവുമായി പാട്ടുകാരുടെ പിറകിൽ ക്യാമറയ്ക്ക് പിന്നിൽ ഇരുന്നും നടന്നുമാണ് പിന്നണി ഒരുക്കിയത്. അന്ന് ഡയറക്റ്റ് റെക്കോർഡിംഗ് ആയിരുന്നു. ബാലൻ റിലീസായി.
ചിത്രത്തിൻ്റെ വിജയം മനസ്സിലാക്കിയ അണ്ണാമല ചെട്ടിയാർ വിൻസെൻറ്റിനെ മദിരാശിയിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹത്തിന് ഒരു മലയാള സിനിമ നിർമ്മിക്കണം. അതിൻ്റെ ചുമതല വിൻസെൻറ്റിനെ ഏൽപ്പിച്ചു. ആലപ്പി വിൻസെൻ്റാണ് സി മാധവൻപിള്ളയുടെ ജ്ഞാനാംബിക എന്ന നോവൽ ചെട്ടിയാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നായകനായി സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരെ തിരഞ്ഞെടുത്തു. 1939 ജൂൺ 19 ഭാഗവതർ കരാറിൽ ഒപ്പുവെച്ചത്. വിൻസെൻറ്റിന് വില്ലൻ വേഷമായിരുന്നു. ബാലനിൽ അഭിനയിച്ച കെ അരൂർ, എം ബി ശങ്കു, കെ ബി പയസ് എന്നിവരും CK രാജം, മാത്തപ്പൻ, PK കമലാക്ഷി, TI റോസ്, മാവേലിക്കര എൽ പൊന്നമ്മ എന്നീ പുതുമുഖങ്ങളും ഗാനരചയിതാവ് പുത്തൻകാവ് മാത്തൻ തരകനും ജ്ഞാനാംബികയിൽ അഭിനയിച്ചു. നൊട്ടാണിയായിരുന്നു സംവിധായകൻ. 1940 ഏപ്രിൽ 7 ജ്ഞാനാംബിക റിലീസായി. അതിനുശേഷം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഭൂതരായർ എന്ന ചിത്രത്തിലും വിൻസെൻറ്റിന് വേഷമുണ്ടായിരുന്നു. എന്നാൽ അത് നടന്നില്ല. 1949 പുറത്തിറങ്ങിയ വെള്ളി നക്ഷത്രമാണ് മൂന്നാമത്തെ ചിത്രം. 1953 ഏപ്രിൽ 17 റിലീസായ ജനോവ എന്ന മലയാള ചിത്രത്തിലും MGRനോടൊപ്പം അഭിനയിച്ചു. ബാലൻ റിലീസ് ചെയ്ത് കഴിഞ്ഞ് മറ്റൊരു ബഹുമതി വിൻസെൻറ്റിനെ തേടിയെത്തി. 1938 ബാലനിലെ അഭിനയത്തിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചു. അന്നൊക്കെ ദക്ഷിണേന്ത്യൻ ചിത്രങ്ങൾക്ക് മൊത്തമായിട്ടായിരുന്നു അവാർഡ്. ഇതായിരുന്നു മലയാളത്തിന് ലഭിച്ച ആദ്യത്തെ ബഹുമതി. 1941 ഏപ്രിൽ മാസത്തിൽ തിരുവിതാംകൂർ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളെ പ്രതിനിധീകരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി KK കുഞ്ചുപിള്ള മത്സരിച്ചു. ഈ സമയത്ത് കുഞ്ചുപിള്ള ജയിലിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡമ്മി സ്ഥാനാർത്ഥിയായി ആലപ്പി വിൻസെൻ്റ് പത്രിക നൽകി. ഇന്നത്തെ 14 നിയോജക മണ്ഡലങ്ങൾ ചേർന്നതായിരുന്നു അന്നത്തെ അമ്പലപ്പുഴ മണ്ഡലം. ജയിലിൽ കിടക്കുന്നവർ മത്സരിക്കാൻ പാടില്ല എന്നൊരു ഉത്തരവ് ദിവാൻ ഇറക്കി. അങ്ങനെ അമ്പലപ്പുഴയിലെ ഡമ്മി സ്ഥാനാർത്ഥിയായി നിന്ന ആലപ്പി വിൻസെൻ്റ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി. KG തോമസ് എന്ന പണക്കാരനായിരുന്നു ദിവാൻ്റെ സ്ഥാനാർത്ഥി. പിൽക്കാലത്ത് RSP നേതാവായി മാറിയ ശ്രീകണ്ഠൻ നായരായിരുന്നു വിൻസെൻറ്റിൻ്റെ ഏജൻറ്റ്. 5 രൂപയും പ്രചരണത്തിനായി ഒരു സൈക്കിളുമായിരുന്നു ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ പ്രതിഫലം. സൈക്കിളായിരുന്നു വിൻസെൻറ്റിൻ്റെ ചിഹ്നം. 16,000 വോട്ടുകൾക്ക് ആലപ്പി വിൻസെൻ്റ് ജയിച്ചു. അതും അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് പട്ടികയിലെ മറ്റൊരു പൊൻതൂവലായി മാറി. ഒരു സിനിമാ നടൻ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് ലോകത്തിൽ ആദ്യമായിട്ടാണ്. ദിവാൻ വിൻസെൻറ്റിൻ്റെ അംഗത്വം റദ്ദാക്കി. ഇതിനെതിരെ 4 തവണ കേസ് കൊടുത്തു. 4 തവണയും വിൻസെൻ്റ് ജയിച്ചു. 1955 ആലപ്പി വിൻസെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ കേരള കോ ഓപ്പറേറ്റീവ് സിനി സൊസൈറ്റി എന്നൊരു സംഘടന ഉണ്ടാക്കി. അതിൻ്റെ ബാനറിൽ കെടാവിളക്ക് എന്നൊരു ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു. പക്ഷേ സാമ്പത്തിക പ്രശ്നം കാരണം ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് വിൻസെൻറ്റും ചേലങ്ങാട് ഗോപാലകൃഷ്ണനും സുഹൃത്തുക്കളും ചേർന്ന് ആലുവയിൽ അജന്ത സ്റ്റുഡിയോ ആരംഭിച്ചു. 1967 ജൂൺ 30 റിലീസ് ചെയ്ത അവൾ ആയിരുന്നു ആദ്യ ചിത്രം. ഏകദേശം 73 ചിത്രങ്ങളുടെ ഈറ്റില്ലമായിരുന്നു അജന്ത. പിന്നീട് സാമ്പത്തിക ബാധ്യതയും സർക്കാർ ജപ്തിയും ഒക്കെ നേരിട്ടപ്പോൾ വിൻസെൻറ്റിനും കൂട്ടുകാർക്കും അജന്തയിലെ യന്ത്ര സാമഗ്രികൾ വിൽക്കേണ്ടി വന്നു. ആ സ്ഥലം പിന്നീട് ഗവൺമെൻറ് ഏറ്റെടുത്തു. KS സേതുമാധവൻ സംവിധാനം ചെയ്ത ആരോരും അറിയാതെ എന്ന ചിത്രത്തിൽ 1-2 രംഗങ്ങളിൽ വിൻസെൻ്റ് അഭിനയിച്ചു. അങ്ങനെ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നടൻ ആരോരും അറിയാതെ, അല്ലെങ്കിൽ ചിലർ മാത്രം അറിഞ്ഞ് കടന്നുപോയി. 1909 ജൂലൈ 19 ജനിച്ച ആലപ്പി വിൻസെൻ്റ് 1992 ജൂലൈ 12 അന്തരിച്ചു. വിൻസെൻറ്റിൻ്റെ മരണശേഷം ഭാര്യ ട്രീസ ഒറ്റയ്ക്ക് ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ചിലരിൽ നിന്നും ഭീഷണിയുണ്ടായി. കുട്ടികൾ ഇല്ലാതിരുന്നതിനാൽ വിൻസെൻറ്റിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് സ്വത്തെല്ലാം അതിലേക്ക് മാറ്റി. ആലപ്പുഴയിലെ കുടുംബസ്വത്ത് ആരുടെ കൈവശമാണ് എന്നറിയില്ല. അവസാന കാലത്ത് ട്രീസ താമസിച്ചിരുന്നത് അത്താണി എന്ന സ്ഥലത്തുള്ള ഒരു വൃദ്ധസദനത്തിലാണ്. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ ആലപ്പി വിൻസെൻറ്റും ഭാര്യയും കൂടി വന്നപ്പോൾ ഞാനെടുത്ത ഒരു ചിത്രം ഞാൻ അവർക്ക് ആ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി കൊടുത്തു. അത് അവരുടെ മരണം വരെ ആ മേശപ്പുറത്തുണ്ടായിരുന്നു എന്ന് വൃദ്ധസദനത്തിൻ്റെ സാരഥി ബ്രദർ ജോയി ഓർമ്മിക്കുന്നു.
ഞാൻ ട്രീസയെ അവസാനമായി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്കിനി സ്വത്തും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ അനാഥരും ദുഃഖിതരുമായി ഒരുപാട് പേരുണ്ട്. അവരുടെ കൂടെ ധ്യാനവും മറ്റുമായി സമയം കളയും. ഇവിടെയാണെങ്കിൽ ആരുടെയും ദേഹോപദ്രവം ഏൽക്കണ്ടല്ലോ. മരിക്കുന്നതുവരെ ജീവിക്കണ്ടേ? അസ്തമയമാകാറായി. അഭിനയിച്ച സിനിമകളുടെ എണ്ണം നോക്കാതെ മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയ ആലപ്പി വിൻസെൻ്റ്, ഭാര്യ ട്രീസ എന്നിവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഇനി ബാലൻ്റെ ഛായാഗ്രാഹകൻ ബോഡെ ഗുഷ്പിക്കറിൻ്റെ അസിസ്റ്റൻ്റായി പ്രവർത്തിച്ച PB കൃഷ്ണയ്യരെക്കുറിച്ചുകൂടി പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. 18ാമത്തെ വയസ്സിൽ ബോംബെയിൽ പോയി കൃഷ്ണയ്യർ ഛായാഗ്രഹണം പഠിച്ചു. അവിടെ വച്ചാണ് ജർമ്മൻകാരനായ ബോഡെ ഗുഷ്പിക്കർ എന്ന ക്യാമറാമാനെ പരിചയപ്പെടുന്നതും പിന്നെ അദ്ദേഹത്തിൻ്റെ സഹായിയായി മാറിയതും. അങ്ങനെ ഗുരുവിനോടൊപ്പം സേലം മോഡേൺ തിയേറ്റേഴ്സിലെത്തി. അവിടെ നിർമ്മിച്ച ചിത്രങ്ങളുടെ ഛായാഗ്രഹണ സഹായിയായിരുന്നു കൃഷ്ണയ്യർ. ബാലൻ്റെ നിർമ്മാണമായപ്പോഴേക്കും കൃഷ്ണയ്യർ ഒറ്റയ്ക്ക് ക്യാമറ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. K. ഗോപിനാഥിനോടൊപ്പം തിരുവനന്തപുരത്ത് വന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും പരിസരവും മറ്റും ഫിലിമിലേക്ക് പകർത്തിയത് കൃഷ്ണയ്യരാണെന്ന് കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ 3ാമത്തെ ചിത്രമായ പ്രഹ്ലാദ ഒരു പരാജയമായിരുന്നു. ഇതാണ് മലയാളത്തിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ പുരാണ ചിത്രം. ഈ ചിത്രത്തിൻ്റെ പരാജയത്തോടെ തമിഴ് സിനിമാ നിർമ്മാതാക്കളാരും തന്നെ കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായി. അതുകൊണ്ട് പിന്നീടുള്ള 7 വർഷക്കാലം ഒരൊറ്റ മലയാള സിനിമ പോലും പുറത്തു വന്നില്ല. 1948 ഒരു ചിത്രം നിർമ്മിക്കാൻ മുന്നോട്ട് വന്നത് ഒരു മലയാളിയാണ്. പേരെടുത്ത നിർമ്മാതാക്കൾ മടിച്ചു മാറി നിന്നപ്പോൾ അത്ര സാമ്പത്തിക ശേഷി ഒന്നുമില്ലാത്ത മലയാള നാടകവേദിയിലെ പ്രശസ്തനായ ആർട്ടിസ്റ്റ് PJ ചെറിയാൻ ഒരു ചിത്രം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് മലയാളത്തിലെ 4ാമത്തെ ശബ്ദചിത്രമായ നിർമ്മല നിർമ്മിക്കപ്പെടുന്നത്. സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ജീവിക്കുന്ന ഒരു മുക്കുവ പെണ്ണിൻ്റെ കഥ പറഞ്ഞ ഈ ചിത്രം സംവിധാനം ചെയ്തത് ഇതേ PB കൃഷ്ണയ്യർ ആയിരുന്നു. ഒരു മലയാളി സംവിധാനം ചെയ്ത ആദ്യ ശബ്ദചിത്രവും ഇതായിരുന്നു. പ്രശസ്തരായ 1ലധികം പേർ ഈ ചിത്രത്തിൽ സഹകരിച്ചു. പുത്തേഴത്ത് രാമൻ മേനോനാണ് സംഭാഷണം എഴുതിയത്. ഗാനങ്ങൾ രചിച്ചതാവട്ടെ മഹാകവി G. ശങ്കരക്കുറുപ്പ്. നിർമ്മാതാവ് PJ ചെറിയാൻ്റെ മകൻ നായകനും നായിക മരുമകളും. നാടകരംഗത്തെ പ്രഗത്ഭരായ ചേർത്തല വാസുദേവ കുറുപ്പ്, രാജൻ P. ദേവിൻ്റെ അച്ഛൻ SJ ദേവ് എന്നിവരുമുണ്ടായിരുന്നു. നടീനടന്മാർ പാടാതെ പിന്നണി ഗായകർ രംഗപ്രവേശം ചെയ്ത ആദ്യത്തെ മലയാള ചിത്രമായിരുന്നു നിർമ്മല. ഇതിലെ ഗാനങ്ങൾ പാടിയ TK ഗോവിന്ദറാവു, C. സരോജിനി എന്നിവർ മലയാളത്തിലെ ആദ്യത്തെ പിന്നണി ഗായകരായി. P. ലീലയുടെയും വിമല വർമ്മയുടെയും ആദ്യ ചിത്രവും ഇതുതന്നെയാണ്. നിർമ്മലയെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. നിർമ്മല പ്രദർശന വിജയം നേടിയില്ലെങ്കിലും കുഞ്ചാക്കോയും KV കോശിയും ചേർന്ന് നിർമ്മിച്ച നല്ല തങ്ക എന്ന സിനിമയുടെ സംവിധാന ചുമതല കൃഷ്ണയ്യരെ ഏൽപ്പിച്ചു. നല്ല തങ്കയാണ് മലയാളത്തിൽ പൂർണ്ണ പ്രദർശന വിജയം നേടിയ ആദ്യ ചിത്രം. ഗാനഗന്ധർവൻ KJ യേശുദാസിൻ്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് ആദ്യമായി അഭിനയിച്ച ചിത്രമാണ് നല്ല തങ്ക. ബാലൻ്റെ തിരക്കഥാകൃത്ത് മുതുകുളം രാഘവൻപിള്ള ആദ്യം അഭിനയിച്ച ചിത്രവും നല്ല തങ്കയാണ്. SP പിള്ളയുടെ റിലീസ് ചെയ്ത ആദ്യ ചിത്രവും ഇതുതന്നെ. വെള്ളി നക്ഷത്രം എന്ന സിനിമയിലൂടെ സിനിമാരംഗത്തെത്തിയ ത്രേസ്യാമ്മ മിസ് കുമാരി എന്ന പേരിൽ അഭിനയിച്ച ആദ്യ ചിത്രവും നല്ല തങ്കയാണ്. സംഗീത സംവിധായകനായി V. ദക്ഷിണാമൂർത്തി അരങ്ങേറ്റം കുറിച്ചതും ഈ ചിത്രത്തിലൂടെയാണ്. അഗസ്റ്റിൻ ജോസഫിൻ്റെ നായികയായി അഭിനയിച്ച മിസ് ഓമനയുടെ ആദ്യ ചിത്രം നല്ല തങ്കയാണ്. പിന്നീട് മലയാള ചിത്രങ്ങൾ ഒന്നും കൃഷ്ണയ്യർ സംവിധാനം ചെയ്തിട്ടില്ല. മെയ്യപ്പ ചെട്ടിയാർ AVM സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ കൃഷ്ണയ്യർ അവിടുത്തെ ചീഫ് ക്യാമറാമാനായി ജോലിയിൽ പ്രവേശിച്ചു. അതുമാത്രമല്ല, അക്കാലത്തെ ഹിറ്റ് ചിത്രമായ വേലക്കാരൻ സംവിധാനം ചെയ്യുകയും ചെയ്തു. ഇതിനു മുമ്പ് പ്രഗതി പിക്ചേഴ്സിന് വേണ്ടിയും കൃഷ്ണയ്യർ ജോലി നോക്കിയിട്ടുണ്ട്. മോഡേൺ തിയേറ്റേഴ്സിൻ്റെ സ്ഥിരം ക്യാമറാമാനായി ക്ഷണം കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല. കാരണം അപ്പോഴേക്കും MG രാമേന്ദ്രൻ്റെ സത്യ സ്റ്റുഡിയോയിലെ ടെക്നിക്കൽ അഡ്വൈസറായി ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. മോഡേൺ തിയേറ്റേഴ്സിൻ്റെ ഉത്തമപുത്രൻ എന്ന ചിത്രത്തിലെ ഛായാഗ്രാഹകൻ കൃഷ്ണയ്യറായിരുന്നു. PU ചിന്നപ്പ നായകനായ ഈ ചിത്രത്തിലാണ് ആദ്യമായി ഡബിൾ റോൾ പരീക്ഷണം നടത്തിയത് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കുറച്ച് തമിഴ് ചിത്രങ്ങൾ കൂടി സംവിധാനം ചെയ്തു. ചിദംബരം സ്വദേശി സരസ്വതി
പല്ലാവൂർ സ്വദേശി PV കൃഷ്ണയ്യരെ വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹം തെക്കേ ഇന്ത്യയിലെ തിരക്കുള്ള ഛായാഗ്രാഹകൻ ആയിരുന്നു. സരസ്വതി കൃഷ്ണയ്യർ തന്ന മോഡേൺ തിയേറ്റേഴ്സിലെ ചില ചിത്രങ്ങളിൽ ഒരെണ്ണമാണിത്. 1937 ഒക്ടോബർ 11 എടുത്ത ചിത്രം. സേലം മോഡേൺ തിയേറ്റേഴ്സ് തുടങ്ങിയ ശേഷമുള്ള ആദ്യത്തെ ആയുധപൂജാ ദിനമായിരുന്നു അന്ന്. മിക്കവാറും ഇത് ബാലൻ്റെ ഷൂട്ടിംഗ് വേളയിൽ എടുത്തതായിരിക്കണം. കാരണം ബാലൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് 1937 ഓഗസ്റ്റ് 17-നാണ്. കസേരയിൽ ഇരിക്കുന്നതിൽ വലത്തേ അറ്റത്ത് കാണുന്നത് ക്യാമറാമാൻ കൃഷ്ണയ്യരെയാണ്. ഈ ചിത്രമെടുത്ത് 60 വർഷം തികയുന്ന ദിനത്തിൽ, അതായത് 1997 ആയുധപൂജാ ദിവസം ക്യാമറാമാൻ PV കൃഷ്ണയ്യർ അന്തരിച്ചു. ഇതിലെ വന്നവർ എന്ന ഈ പരമ്പരയുടെ 5ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ബാലൻ സിനിമയിലെ ബാലനായി അഭിനയിച്ച മദനഗോപാലിൻ്റെ കുടുംബ വിശേഷത്തെക്കുറിച്ച് പറയാം. നമസ്കാരം.